ഹായ് ഫ്രണ്ട്സ്, വയനാട് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കാശ്മീരി ചില്ലിയായിട്ടാണ് വന്നിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നാനൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. എല്ലുള്ള ചിക്കൻ ആയാലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അരച്ചിട്ട് വേണം എടുക്കാൻ. ഒരു ഇടത്തര സവാള 2 എണ്ണം, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് എടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണത്: 3 കരയാമ്പു, 1 കഷ്ണം പട്ട, 3 ഏലക്ക, ക്യാഷ്നട്ട് 2 ടേബിൾ സ്പൂൺ, റൈസൻസ് 1 ടേബിൾ സ്പൂൺ, 3 മീഡിയം ടൈപ്പ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, 2 വലിയ ടൊമാറ്റോ പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കാഷ്നട്ട് റൈസൻസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് പട്ടയും കറാമ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് തന്നെ സവാളയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറാവും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നേരിയതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി വേവിപ്പിക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്യാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും, ഒരു കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിക്കണം.
അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കാശ്മീരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൈ ചെയ്ത് വെച്ച റൈസിൻസ് കൊണ്ടും കാഷ്നട്ട് കൊണ്ടും ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കാശ്മീരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.